എളുപ്പ വഴി ഇവിടെ നിൽപ്പുണ്ടല്ലോ, കുറുക്ക് വഴി നിൽപ്പുണ്ടല്ലോ, ഷോർട്ട് കട്ടാണ് മൂന്നാമത്തെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പക്ഷേ യേശു നന്നായി തിരിച്ചറിഞ്ഞു, ഞാൻ വന്നത് ഒരു കുറുക്ക് വഴി കണ്ടെത്തുവാൻ വേണ്ടിയല്ല, ക്രൂശ് ഒഴിവാക്കി ഒരു വിജയത്തിന് വേണ്ടിയല്ല. നമ്മുടെ ലോകത്തിൽ ക്രൂശ് ഒഴിവാക്കിയ വിജയങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ക്രൂശ് ഒഴിവാക്കിയ സുവിശേഷങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ യേശുവിന്റെ രണ്ടാം വരവ് നമ്മൾ എന്നാണ് ടി വിയിൽ കണ്ടത്, കേട്ടത്? എന്നാണ് ഒരു ന്യായവിധിയെ കുറിച്ച് ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രസംഗം കേട്ടത്? ആ കാലങ്ങളൊക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. എളുപ്പ വഴിയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, കൈ ഉയർത്തിയാൽ അനുഗ്രഹം വരുന്നു എന്ന് പറയുന്ന, സൈക്കിളിൽ വന്നാൽ കാറിൽ പോകാമെന്ന് പറയുന്ന സമൃദ്ധിയുടെ സുവിശേഷം നമുക്ക് ചുറ്റും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ യേശു ക്രൂശിനെ ഒഴിവാക്കുവാൻ തയ്യാറായില്ല. ഒരിക്കലും അവിടം കൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു മടങ്ങുവാനുമല്ല. പിതാവ് പറഞ്ഞ ആ പൂർണ്ണ ദൗത്യത്തിൽ അവിടെ ക്രൂശ് ഒഴിവാക്കാൻ ഒക്കാത്ത ഒന്നാണെന്ന് യേശു മനസ്സിലാക്കി. പലപ്പോഴും കുറുക്കു വഴികൾ നമ്മളെ എളുപ്പത്തിലേക്കല്ല കൊണ്ടെത്തിക്കുന്നത്, നേരെ മറിച്ച് അതൊരു പരാജയത്തിലേക്കാണെന്ന് നാം തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ വിജയത്തിൻ്റെ പടിയായിത്തീരും. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സമയമാണ്, ട്രാവൽ ഏജൻസി ജോലി ചെയ്യുന്ന സമയം. ഞാനിവിടുന്ന് എറണാകുളത്തിന് എനിക്ക് 5 മണിക്ക് മുമ്പ് അവിടെ എത്തണം. 3 മണിയായി കോട്ടയത്ത് എത്തുമ്പോൾ. അടുത്ത് 2 മണിക്കൂർ കൊണ്ട് എത്താൻ നിൽക്കുമ്പോഴാണ് ടാക്സി എനിക്ക് കിട്ടിയത്. ഓട്ടം പോയിട്ട് തിരിച്ചു വന്ന് അവർ വിളിച്ച് വളരെ സന്തോഷമായി. എനിക്ക് എളുപ്പത്തിൽ അങ്ങ് ചെല്ലാം. ഈ ബസ്സേ കയറി ട്രാൻസ്പോർട്ട് ഉള്ള സ്റ്റോപ്പിലെല്ലാം നിർത്തി അങ്ങ് ചെല്ലുന്നതിന് മുമ്പ്. അതുകൊണ്ട് തലയോലപ്പുറം പോയപ്പോൾ ടാക്സി ഡ്രൈവർ ഇത് കുറച്ചുകൂടി എളുപ്പമുണ്ട്, നമുക്ക് ഇതുവഴി കയറാമെങ്കിൽ അങ്ങ് നേരെ പൂക്കാട്ട് വഴിയിലെത്താം. എനിക്ക് കുറേ കൂടെ സന്തോഷമായി, കുറേ കൂടെ എളുപ്പം അങ്ങ് പൂന്തോട്ടയിലെത്താമെന്നുള്ള ആഗ്രഹം. എളുപ്പം അങ്ങ് എല്ലാം കുറേ 3-4 പേരൂടെ ഉണ്ട് ഈ വാഹനത്തിൽ. കുറേ ദൂരം എളുപ്പ വഴി നോക്കി പോയതാണ്. കുറേ ചെന്നപ്പോഴാണ് അത് അവിടെ ചാറിങ്ങി അടക്കാണ്, വഴി പോകത്തില്ല. പിന്നെ വേറൊരാൾ പറഞ്ഞാൽ അതിന് വേറൊരു കുഴിക്കുവരയുണ്ട്, അതുവഴി വാങ്ങി വീണ്ടും പോകാമെന്ന് പറഞ്ഞു. അവിടെ കുറേ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വഴിയിൽ 2 കൂട്ടരുമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും, ഭയങ്കര അടി. ഇവർ കുറേ നേരം കാത്തു നിന്നിട്ട് തീരാതെ വന്നപ്പോൾ കാറിലുള്ള ഒരാൾ ഇറങ്ങി, എന്നാൽ നമ്മൾ പോയി അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നുകൊണ്ട് ചെന്നു. ഒടുവിൽ പോയ ആളിനെ പിടിച്ചു മാറ്റാൻ പിന്നിരിക്കുന്നവരോട് ഇറങ്ങി പോകേണ്ടി വന്നു. ഒടുവിൽ ചുരുക്കി പറഞ്ഞാൽ എത്തേണ്ട സമയം അതിനപ്പുറവും കഴിഞ്ഞ് അന്ന് ഞാൻ പഠിച്ചു, കുറുക്ക് വഴി ഒരിക്കലും എളുപ്പ വഴിയിലല്ല, അത് എത്തിക്കുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. ഇവിടെ യേശു വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി, ക്രൂശ് ഒഴിവാക്കിയ ഒരു ജയമല്ലായിരുന്നു, നേരെ മറിച്ച് ക്രൂശിലൂടെ, വേദനയിലൂടെ, പ്രയാസത്തിലൂടെ, കണ്ണുനീരിലൂടെ, രക്തം ചൊരിഞ്ഞുകൊണ്ട് ഒരു വിമോചനമായിരുന്നു യേശു കൽപ്പിക്കുവാനിടയായത്. ബൈബിളിന്റെ മുഴുവൻ ചരിത്രവും ശ്രദ്ധിച്ചാൽ അറിയാം, ഒരിക്കലും നേട്ടങ്ങൾ, അധികാരങ്ങൾ കൊണ്ട് പിടിച്ചടക്കുകയല്ല, നേരെ മറിച്ച് നൽകിക്കൊടുത്തുകൊണ്ട്, വിട്ടുകൊടുത്തുകൊണ്ട്, ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നേടിയതാണ്. യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഓർപ്പിക്കുവാനിടയായി തീർന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ. വളരെ ലോകത്തിൻ്റെ ഫിലോസഫിയിൽ നിന്ന് വ്യത്യസ്തമായതാണ്. ഒരു ചെന്നായെ പിടിക്കണമെങ്കിൽ അതിനേക്കാൾ കഴിവുള്ള ഒന്നിനെയാണ് വിടേണ്ടത്. സിംഹത്തെ വിട്ടിരുന്നെങ്കിൽ ശരിയാണ്, ഒരു കരടിയെ വിട്ടിരുന്നെങ്കിൽ, ഒരു പുലിയെ വിട്ടിരുന്നെങ്കിൽ ശരിയാണ്, നേരെ മറിച്ച് ഒരു ആടിനെയാണ് ചെന്നായുടെ അടുക്കിലേക്ക് യേശു പറഞ്ഞു വിടുവാനിടയാകുന്നത്. ശക്തിയുള്ള ഒന്നിനെ നേടുവാൻ ഒന്നിൻ്റെ ജീവിതം കൊടുത്തുകൊണ്ടാണ് ദൈവം തൻ്റെ പ്രവൃത്തിക്ക് പദ്ധതി ഇടുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, ഒരിക്കലും യേശു കഴിവുള്ളത് കൊണ്ട്, കഴിവുകൾ കൊണ്ട് നേടുകയല്ല, നൽകിക്കൊടുത്ത്, ജീവിതം കൊടുത്ത്, ജീവൻ കൊടുത്ത് മറ്റൊന്നിനെ നേടുവാൻ തയ്യാറായി തീരുന്ന കുഞ്ഞാടിനെ ജീവൻ നൽകിക്കൊടുത്തുകൊണ്ടാണ് ഒരു ചെന്നായെ നേടുവാൻ വേണ്ടി ഏൽപ്പിക്കുവാനിടയായത്. ഈ രാത്രി നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ലോകം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകളുള്ളവരാണ്. അവരെവിടെയും ബന്ധങ്ങളെക്കാൾ ഒക്കെ വലുതായിട്ട് കാണപ്പെടുന്ന ഒത്തിരി വസ്തുതകളുണ്ട്. പ്രയോറിറ്റിയിൽ അന്നം അവർക്ക് വലുതായി തീരപ്പെടാറുണ്ട്. ജീവിതത്തിൽ കുറുക്ക് വഴികൾ അവരുടെ ലക്ഷ്യപ്രാപ്തിക്കായുള്ള മേഖലകളായി കാണാറുണ്ട്. അല്ലെങ്കിൽ രാത്രി നമുക്ക് പ്രാർത്ഥിക്കുവാനിടയാകാം, ദൈവമേ ഞങ്ങളുടെ സഭകളെ ആ നിലകളിലേക്കൊന്ന് മാറ്റണമേ. ദൈവമായത്തിന് മുൻഗണന കൊടുക്കുവാൻ കഴിയുന്ന കുറേ സഭകൾ നമുക്കുണ്ടാകുവാൻ, ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന കുറേ ചെറുപ്പക്കാർ നമുക്കുണ്ടാകുവാൻ, ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന കുറേ കുടുംബങ്ങൾ നമുക്കുണ്ടാകുവാൻ, ദൈവബന്ധത്തിൽ നിലനിൽക്കുന്ന
കുറേയേറെ ആളുകൾ ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകുവാൻ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കഴിയുന്ന, ബന്ധം വലുതെന്ന് കാണുവാൻ കഴിയുന്ന, വില കൊടുക്കുവാൻ തയ്യാറായി തീരുന്ന, ജീവൻ കൊടുക്കുവാൻ തയ്യാറായി തീരുന്ന ഒരു വലിയ ദർശനത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മുടെ ലോകത്തിൽ ഈ ആത്മീയതയിൽ നമുക്ക് കാഴ്ചവെക്കുവാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകം നമുക്ക് നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം നൽകുവാനിടയായിത്തീരും. മഹാനായൊരു മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് 100 ചെറുപ്പക്കാരെ നൽകുക. They fear nothing but sin. പാപമൊഴികെ മറ്റൊന്നും ഭയപ്പെടാത്തവരെ. എനിക്ക് 100 ചെറുപ്പക്കാരെ നൽകുക. They long for nothing but God. ദൈവത്തെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത 100 പേരെ. അങ്ങനെ ഉണ്ടെങ്കിൽ ലോകത്തെ ഞാൻ കീഴ്മേൽ മറിക്കാമെന്നൊരു മനുഷ്യൻ പറയുവാനിടയായി. തീർച്ചയായിട്ടും ദൈവത്തെ മാത്രം ആഗ്രഹിക്കുന്ന, ദൈവത്തിന് മുൻഗണന മാത്രം കൊടുക്കുന്ന, മറ്റൊന്നും ഭയപ്പെടാതെ പാപത്തെ മാത്രം ഭയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇനി ഈ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കതിനായി പ്രാർത്ഥിക്കുവാനാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനായി കുറേ പേരെ കൂടെ ഒരുക്കുവാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ ദൗത്യബോധം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ, ഒരിക്കൽ കൂടെ അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാൻ, ഒത്തിരി ആ ഭാഗത്തേക്ക് ഒരു എന്നെ സമർപ്പിക്കുവാൻ തയ്യാറായി തീരപ്പെട്ടു ഈ രാത്രി. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് ആ ചിന്ത പങ്കിടുവാനിടയായി. ഈ രാത്രി നമുക്ക് ഒരു നിമിഷം കൂടെ തലകളെ വണക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീരാം. ദൈവമേ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം വ്യത്യസ്തതകളൊക്കെ നിറഞ്ഞതാണ്. ലോകത്തിൻ്റെ പ്രമാണങ്ങളും രീതികളും പലതും ദൈവവചനത്തിൽ നിന്ന് വ്യത്യസ്തമായതാണ്. മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ ഞങ്ങൾ പലയിടത്തും കണ്ടുമുട്ടുവാനിടയായി തീരുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങൾ ദൈവമേ, ഞങ്ങളുടെ മുൻഗണന അങ്ങേയായി തീരപ്പെടുവാൻ, ഞങ്ങളുടെ ലക്ഷ്യം അങ്ങേയായി തീരപ്പെടുവാൻ, ഞങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങയിലായി തീരപ്പെടുവാൻ, ഞങ്ങളുടെ ബന്ധം അങ്ങയിലായി തീരപ്പെടുവാൻ, മറ്റൊരാളുടെ വാക്കുകൾക്ക് മുമ്പിൽ നിൽക്കുവാനല്ല. അത്ഭുതങ്ങൾ ഒന്നും കാട്ടിയില്ലെങ്കിലും ദൈവബന്ധത്തിൽ ഞങ്ങൾക്ക് എന്നും തുടരുവാൻ കഴിയുന്ന ഒരാത്മീയത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വേഗത്തിൽ ഒന്നും നേടിയില്ലെങ്കിൽ പോലും ദൈവപ്രമാണത്തിൽ ഇന്നും നിലനിൽക്കുന്നുവെന്ന് പറയുവാൻ കഴിയുന്നെങ്കിൽ, നേട്ടങ്ങൾ എല്ലാം അസ്ഥാനത്തെന്ന് തോന്നുമ്പോഴും ദൈവബന്ധം മാത്രം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നെങ്കിൽ ഈ രാത്രി നമ്മളാണ് വിജയാളികളായി തീരപ്പെടുവാനിടയാകുന്നത്. ഇന്ന് രാത്രി ദൈവം അവരെയാണ് ലോകത്തെ മാറ്റുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സഭകളെ അതിലേക്ക് നയിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അതിലേക്ക് നയിക്കണമേ, ഞങ്ങളുടെ പുതിയ തലമുറയെ അതിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ ആത്മീയതയ്ക്ക് ഒരു പുതിയ നിർവചനം നൽകുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പറയുവാനിടയായിട്ടില്ല. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുമായുള്ള ബന്ധത്തിൽ അങ്ങയ്ക്ക് മുൻഗണന നൽകുവാൻ ഞങ്ങൾക്കിടയാക്കി തീർക്കണമേ. ലോകത്തിൻ്റെ നന്മകൾക്ക് മുമ്പിൽ നിൽക്കുവാനല്ല, ലോകത്തിൻ്റെ ലൈം ലൈറ്റ്സിന്റെ മുമ്പിൽ നിൽക്കുവാനല്ല കർത്താവേ, ഈ ദിവസങ്ങൾ ദൈവവും ബന്ധത്തിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് നൽകി തന്ന പ്രമാണത്തിൽ നിലനിൽക്കുവാനും ദിവസങ്ങൾ കർത്താവേ അങ്ങയുമായുള്ള ഉടമ്പടിയിൽ അങ്ങ് ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പാതയിൽ കൂടെ തന്നെ പൂർത്തീകരിക്കാൻ കുറുക്കുവഴികൾ ഒന്നും കണ്ടെത്താതെ ഞങ്ങൾ കർത്താവേ അങ്ങയെ പ്രസാദിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം തലമുറയെ ഞങ്ങൾക്ക് നൽകി തരണമേ. അങ്ങനെ ഒരു കൂട്ടം ഭവനങ്ങളെ ഞങ്ങൾക്ക് നൽകി തരണമേ. ആ ദർശനമുള്ള സഭകളെ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി രാത്രി ഞങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്ന കൃപ കൂടി ഇരിക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ. ആമേൻ.